ഇതിൻ്റെ ആ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വളരെ തുച്ഛമായ അളവിൽ നമുക്ക് വെള്ളം വേണ്ടി വരുള്ളൂ. ഓരോരോ തുണികൾ ഇതിനകത്തേക്ക് ചുമ്മാ ഇട്ട് കൊടുക്കുക. ലിക്വിഡോ സോപ്പ് പൊടിയോ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇതുകൊണ്ട് നല്ല രീതിയിൽ സ്പിൻ ചെയ്യുന്നുണ്ടോ? ഈ വെള്ളം കണ്ടോ? കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി തുണിയുടെ അഴുക്ക് മുഴുവൻ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. വെറും 2950 രൂപ പ്ലസ് GST കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഏറെ സന്തോഷം തരുന്ന, അതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അടിപൊളി വാർത്തയും ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ വാഷിംഗ് മെഷീനാണ്. വളരെ വിലക്കുറവിൽ ഏതാണ്ട് ഒരു 3000 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണോ? നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. വീട്ടിൽ മിക്കപ്പോഴും നമ്മുടെ സ്ത്രീകൾ പറയാറുണ്ട്, ഒരു വാഷിംഗ് മെഷീൻ എന്തുകൊണ്ടാണ് മനുഷ്യ വീട്ടിലേക്ക് മേടിക്കാത്തതെന്ന്. ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ തല പെരുക്കും കേട്ടോ. അത് EMI അടിച്ച് നമ്മുടെ നട്ടല്ലൊടിയും. ആ സമയത്താണ് കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ ഒരു തകർപ്പൻ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതൊരു വാഷിംഗ് മെഷീനാണ്. വെറും 2950 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. വെറും 2950 രൂപ വിത്ത് 1 ഇയർ വാറണ്ടിയാണ് ഇതിന്. വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം, ട്രാവൽ ചെയ്യാം, നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെ ചുരുക്കമായ കറണ്ട് ചാർജ് ചിലവാകുകയുള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ആ 2 കാര്യങ്ങൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ ഇത് 6 കിലോയുടെ വാഷിംഗ് മെഷീനാണ്. അതുപോലെ തന്നെ 8 കിലോ ഉണ്ട്, പിന്നെ 9 കിലോയുടെ ഉണ്ട്, 11 കിലോയുടെ വരെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൂടെ തുണി അലക്കി കാണാൻ പോവുകയാണ്. ഇതിൻ്റെ ആ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വളരെ തുച്ഛമായ അളവിൽ നമുക്ക് വെള്ളം വേണ്ടി വരുള്ളൂ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാട്ടർ കണക്ഷൻ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഇനി വാട്ടർ കണക്ഷന് ഉള്ള സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിൽ പിടിച്ചിട്ടായാലും ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. 20 ലിറ്റർ വെള്ളം മാത്രം മതി ഈ തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പതുക്കെ ഓരോരോ തുണികൾ ഇതിനകത്തേക്ക് ചുമ്മാ ഇട്ട് കൊടുക്കുക. ലിക്വിഡോ സോപ്പ് പൊടിയോ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എത്ര സ്പീഡിലാണ്. നോക്ക്, ഈ കണ്ടോ എത്ര സ്പീഡിലാണ് അവൻ്റെ പണി നടക്കുന്നതെന്ന് നോക്കി. ഇതാണ് നല്ല രീതിയിൽ സ്പിൻ ചെയ്യുന്നുണ്ടോ? ഈ വെള്ളം കണ്ടോ? കറക്റ്റായിട്ട്, അതായത് 30 സെക്കൻഡ് ക്ലോക്ക് വൈസിലോടും പിന്നീട് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ 30 സെക്കൻഡ് ഓടും. വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി തുണിയുടെ അഴുക്ക് മുഴുവൻ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ട വാഷിംഗ് മെഷീനിലെല്ലാം തുണി ജസ്റ്റ് അലക്കുക എന്നുള്ള പർപ്പസ് ആണ് ഇതിനുള്ളത്. ഇത് വിത്തൗട്ട് ഡ്രയർ ആണ്. എന്നാൽ ഡ്രയർ ഉള്ള ഇനങ്ങളുണ്ട്. ഇത് ഈ ഇരിക്കുന്ന 2 ഇനങ്ങളും. ഇതും ഈ കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നമ്മളിത് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് കമ്പനിയെ കുറിച്ച് പറയാൻ കേട്ടോ. നമ്മുടെ കോയമ്പത്തൂരിലെ ചിന്നവനം പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദേവലക്ഷ്മി എന്നാണ് കമ്പനിയുടെ പേര്. ഇവർ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇവർ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ പരതി കഴിഞ്ഞ ഈ ഒരു സാധനങ്ങൾ കാണാൻ കഴിയും. അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്രോഡക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിനകത്ത് ഡ്രയർ ഉള്ള ഇനമാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് സെമി ഓട്ടോമാറ്റിക് വിത്ത് ഡ്രയർ ഉള്ള ഐറ്റം എന്ന് പറയുന്നത്. ഇതുണ്ടോ, അടിപൊളിയായിട്ട് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഡോറ് കണ്ടോ, തനിയെ അടഞ്ഞു പോകുന്നോളും. പിന്നെ ഇതിൻ്റെ ഇവിടെ ഈ കാണുന്നിടത്തെല്ലാം ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു വില ഭാഗമാണ് നമ്മളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത്. ഇതിൻ്റെ 2 മോഡലുണ്ട്. ആ മോഡലൂടെ കാണിക്കാവേ. ഇത് കണ്ടോ, ഈ ഒരു മോഡലും ഉണ്ട്. ഇതിൻ്റെ ഡ്രയറാണ് ഈ ഒരു കാണുന്ന ഭാഗം എന്നുള്ളത്. വെറും 7150 രൂപ പ്ലസ് GST ആണ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. അത്രയും വില കുറച്ച് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട്, ഇത്രയും ഫെസിലിറ്റികളുള്ള, ഇത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, ഇത്രയും വാറണ്ടിയുള്ള നല്ലൊരു മെഷീൻ നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഇടത്തരം വീടുകളിലെ വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാ വീടുകളിലും ഒരു സെക്കൻഡറി ഓപ്ഷനായി കുഞ്ഞൻ വാഷിംഗ് മെഷീനെ നമുക്ക് ഉപയോഗിക്കാനും കഴിയും. അത് മാത്രമല്ല കേട്ടോ, ഹോസ്റ്റലുകളിലും PGകളിലും ഒക്കെ താമസിക്കുന്ന കുട്ടികൾ, ജോലിക്കാരായിട്ടുള്ളവർ, ഇനി പേയിങ് ഗസ്റ്റുകൾ, ഇവർക്കെല്ലാം വളരെയധികം സഹായകരമായ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ കുറഞ്ഞ കറണ്ടിൻ്റെയും ജലത്തിൻ്റെയും ചിലവാണ്. ഒപ്പം ഈസി ആയിട്ട് ക്യാരി ചെയ്യാനുള്ള സൗകര്യവും. അതുകൊണ്ട് തന്നെ ബാത്റൂമിനുള്ളിൽ വെച്ച് ഉപയോഗിക്കാം. ഇനി മഴയില്ലാത്ത സമയത്താണെങ്കിൽ പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുനടന്ന് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യവും ഈ കുഞ്ഞൻ വാഷിംഗ് മെഷീനുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ കണ്ടു, അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു, അതിൻ്റെ വിലഭാഗമൊക്കെ അറിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന, ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുക്കുന്ന പല മോഡലിലുള്ളതാണ് ഈ കാണുന്നത്. ഇതുണ്ട്, ഇതിവിടെ തന്നെ അസംബിൾ ചെയ്തെടുക്കുകയാണ്.
നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നേ, ഒന്നും ആലോചിക്കേണ്ട. ഇനി അവർ തുണി അലക്കി ഒടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വലിയ വില കൊടുത്തും വാഷിംഗ് മെഷീൻ വാങ്ങേണ്ട കാര്യമില്ല. ചെറിയൊരു വിലയിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ കഴിയും. അതും ലൈഫ് ലോങ് നിങ്ങൾക്ക് സർവീസ് ഉണ്ട്, 1 ഇയർ വാറണ്ടി ഉണ്ട്. അതിനൊപ്പം തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇവർ ഇത് കൊറിയറായിട്ട് തരും. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക, ഓർഡർ കൊടുക്കുക, അതിനുശേഷം ധൈര്യമായിട്ട് തുണി അലക്കി തുടങ്ങുക. ഓക്കെ, ബൈ. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. ഐ ആം ജോബിങ് എമാണി, സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു.